സഹകരണ ബാങ്ക് ജൂബിലി ഹാളിൽ കോൺഗ്രസ് പാർട്ടിയുടെ പൊതുയോഗവും അതിനെ തുടർന്ന് പ്രതിഷേധ പ്രകടനവും നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയിലേക്ക് നടത്തിയ മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച നടപടിയിൽ പ്രതിഷേധിച്ച് പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് AG സഹദേവൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി MJ ടോമി ഉദ്ഘാടനം ചെയ്തു. KM പ്രസൂൺ, AS ജയലാൽ, PJ ജസ്റ്റിൻ, OC സുരേഷ്, അനിരുദ്ധൻ, ജോസഫ്, ലിജുമോൻ, സംജാദ്, PJ അന്നം, EV ഉത്തമൻ, ഷീബ പ്രദീപ് തുടങ്ങിയ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നടത്തുക. ആ പ്രകടനത്തെ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. എനിക്കെതിരെ ഈ ബില്ല് BJP-യാണ് പറ്റി ഇങ്ങനെ നടത്തുക. അതിനെതിരെ ശ്രീ ഹൈബിഡിന് അദ്ദേഹത്തിന്റെ രംഗപ്രായി പാർലമെന്റിൽ എന്താണ് സംഭവിച്ചത്, ഞാനും പറഞ്ഞ കാര്യം പാർലമെന്റിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് നിയമത്തിലുള്ളത്, എന്താണ് പാർട്ടിയുടെ നിലപാട്, എന്നാൽ ഇന്ത്യ സെക്രട്ടറിയുടെ നിലപാടെന്ന് വിശദമായി പറഞ്ഞുകൊണ്ടുള്ള ഒരു മറുപടിയും കിട്ടുന്നുണ്ട്. മറുപടിയും സോഷ്യൽ മീഡിയയിൽ അത് കുറെ പേരൊക്കെ വായിക്കുന്നതിന് ഞാൻ സൂചിപ്പിച്ചത് ഇത് പള്ളിപ്പുറം നോർത്ത് നടത്തിയ ഒരു കാര്യം മാത്രമല്ല. ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഈ മാധ്യമങ്ങളിൽ ഇങ്ങനെ വന്നപ്പോൾ ഓരോ കമ്മിറ്റിയിലെപ്പോഴും ആളുകൾ പോകുന്നു കടപ്പുറത്തോല പ്രശ്നമുണ്ട്, കടപ്പുറത്തോല പ്രശ്നമുണ്ട്. അത് സൂചിപ്പിക്കാനാണ് നമ്മൾ ഇത്ര ആളുകൾ വിളിച്ചപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനോട് ചോദിച്ചു. അപ്പോൾ നോർത്ത് മണ്ഡല കമ്മിറ്റി അടിയന്തരമായി പോയി ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ ആ നോർത്ത് മണ്ഡല കമ്മിറ്റിയെ വിഷയം ചർച്ച ചെയ്യുകയും അവിടെ വിശദീകരണ പാർട്ടിയുടെ ഒരു വിശദീകരണ യോഗം സംഘടിപ്പിച്ച് MP-മാരെ ആലോചിച്ച് നമ്മളവരെ അദ്ദേഹത്തിന്റെ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ വന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന അച്ചടിച്ച് വീടുകളിൽ എത്തിച്ചു കൊടുത്ത് യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. നമ്മുടെ പഞ്ചായത്ത് പാടാം, നമ്മുടെ പാടാം, നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെയൊന്നും പാട് കയ്യിൽ നിന്ന് പോകാത്ത പാടാണ്. അപ്പൊ അതൊക്കെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മുടെ നിയോജകമണ്ഡലത്തിലും നമ്മുടെ ബ്ലോക്കിന്റെ ഏതെങ്കിലും ഭാഗത്ത് വരുന്ന പ്രശ്നങ്ങൾ ആ പ്രദേശത്തിന്റെ പ്രശ്നങ്ങളാണ് എന്നത് മാത്രമല്ല, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് മറ്റാളുകളെയും ബാധിക്കുമോ എന്ന് ചിന്തിക്കുമ്പോൾ ജനങ്ങൾക്ക് തോന്നാവുന്ന ഒരു വിഷയം ഇങ്ങനെ വരുന്ന പ്രശ്നത്തിൽ നമ്മളെന്ത് നിലപാടെടുത്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് അതൊരു പ്രാദേശിക വിഷയമല്ല എന്നതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. അറിയാവുന്ന വ്യക്തമായ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പാർട്ടിയുടെ വിഷയങ്ങളാണ് മുന്നോട്ട് പോകണം എന്നുകൂടി അഭിപ്രായപ്പെട്ടുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ്. വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കി ചർച്ച ചെയ്ത് നമുക്കിത് ഭംഗിയായി വിജയിപ്പിക്കാൻ കഴിയണം. ഈ 3 കാര്യങ്ങൾ വാർഡ് കമ്മിറ്റി രൂപീകരണവും ജനപ്രതിനിധികൾ കൊടുക്കേണ്ട ലഭ്യം, അതോടൊപ്പം ഈ വിഷയം കൂടി സൂചിപ്പിക്കുക. അത് വിശദമായി മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയിൽ അടിയന്തരമായി കൂടുതൽ തീരുമാനിക്കണം. ഇതിന്റെ പെർഫോമൻസ് കാര്യങ്ങൾ നീക്കണം. എല്ലാവരും ഒപ്പിടിച്ച് നല്ല വാർഡ് കമ്മിറ്റി ഉണ്ടാക്കി ഇപ്പോഴേ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. വാർഡ് രൂപീകരിച്ച് കഴിയുമ്പോൾ ഒരു വാർഡ് കൂടി കഴിയുമ്പോൾ ആ വാർഡിൽ ഏതൊക്കെ വാർഡുകളിൽ നിന്ന് ഏതൊക്കെ ഭാഗമാണ് വന്നത്, അപ്പോൾ ഇപ്പോഴുള്ള വാർഡിൽ നിന്ന് മാറുന്ന ഭാഗം കൂടിച്ചേർത്ത് ഒരു വാർഡിന്റെ കമ്മിറ്റി കൂടി നമുക്ക് അപ്പോൾ ഉണ്ടാക്കിയാൽ മതി. നിലവിലുള്ള വാർഡുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ഒന്നും SC/ST വൈസ് പ്രസിഡന്റ് മൊത്തം 3 പേര്. അതിൽ 1 ജനറൽ, 1 വൈസ് പ്രസിഡന്റ് വനിത, 1 SC/ST വനിത, പിന്നെ ട്രഷറർ. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ വനിത, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ SC/ST, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ 4 പേര്. മൊത്തം എക്സിക്യൂട്ടീവ് 6 പേര്. നമ്മുടെ ഈ യോഗത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ചും എല്ലാം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും അതുപോലെ ബ്ലോക്ക് പ്രസിഡന്റുമെല്ലാം വളരെ വിശദമായി ഇവിടെ പരിപാടിക്കുകയായിരുന്നു. നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും പാർട്ടിയുടെ താഴെത്തട്ടുകളുടെ തലം മുതൽ പാർട്ടിയെ സജീവമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാ സഹപ്രവർത്തകരും അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പറഞ്ഞ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ AG സഹദേവനെ ആദ്യമായി രേഖപ്പെടുത്തുക.
ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തെ സംബന്ധിച്ച കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സഹപ്രവർത്തകരും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ജനപ്രതിനിധികളെ, സുഹൃത്തുക്കളെ, കേരളം കണ്ട ഏറ്റവും വലിയ വെളിപ്പെടുത്തലുകളുടെ കാലഘട്ടത്തിലാണ് നമ്മളിന്ന്. കേരള ജനത ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ്. ഭരണകക്ഷിയുടെ ഒരു MLA, ആ MLA തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ സഹായികളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഈ കേരളത്തിൽ നടമാടിയ മുഴുവൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നു. ആ MLA പറയുന്നു, ഞാൻ പിതൃതുല്യനായി സ്നേഹിക്കുന്ന പിണറായി വിജയൻ അങ്ങ് വീട്ടിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രിയായതല്ല, ആ മുഖ്യമന്ത്രിയായത് പാർട്ടിയാണ്. ആ പാർട്ടിക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നു. മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല. കള്ളന്റെ കയ്യിൽ തന്നെ കോടിയുടെ സംരക്ഷണം ഏൽപ്പിച്ചിരിക്കുന്നു, കുറുക്കന്റെ കയ്യിൽ. അന്വേഷിക്കാൻ പ്രഖ്യാപിച്ചവരൊക്കെ മുഖ്യമന്ത്രിയുടെ ആളുകൾ. എന്താണ് അൻവർ എന്ന് പറയുന്ന MLA പറഞ്ഞത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഈ കേരളത്തിന്റെ മഫ്യ തലവനാണ്. കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാർ, അദ്ദേഹം കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരനാണ്. ദാവൂദ് ഇബ്രാഹിം ഞെട്ടിപ്പോകും ഇയാളുടെ കഥകൾ കേട്ടാൽ എന്നാണ് PV അൻവർ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്. ആ പറഞ്ഞതിലൊന്നും പുല്ലുവില കൽപ്പിക്കാതെ ആ ഉദ്യോഗസ്ഥന്മാരെ സർവീസിലിരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ജനങ്ങളെ കബളിപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ CPM എവിടെ എത്തി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇതിനെതിരെ പ്രതികരിച്ച കേരളത്തിലെ യുവജനത, യൂത്ത് കോൺഗ്രസുകാർ കേരളത്തിലെ കമ്മീഷൻ ഓഫീസിലേക്ക് മുന്നിലും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കും നടത്തിയ മാർച്ച് പോലീസ് നിഷ്ഠൂരമായി തള്ളി തകർത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നടത്തിയ മാർച്ചിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എബിൻ വർക്കിയെ അതിക്രൂരമായി പോലീസ് മർദ്ദിച്ചു. KPCCയുടെ പ്രസിഡന്റ് ബഹുമാന്യ K സുധാകരന് അവിടെ വരേണ്ടി വന്നു പ്രവർത്തകരെ നിയന്ത്രിക്കാൻ. കേരളത്തിലെ ജനങ്ങളുടെ ഉത്സാഹകുലരാണ്. കേരളത്തിലെ യുവജനതയെ അടിച്ചൊതുക്കാനാണ് പിണറായിയും പോലീസും തയ്യാറാകുന്നതെങ്കിൽ വരും ദിനങ്ങളിൽ കേരളം ചോരക്കളമായി മാറും. കേരളത്തിൽ സമരം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കന്മാർക്കുമെതിരെ നടത്തിയ കിരാത മർദ്ദനത്തിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്ത് വരും ദിനങ്ങളിൽ ഇതിലും വലിയ സമരങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. കൂടെ നിൽക്കണം, ഒന്നിച്ച് നീങ്ങണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു എല്ലാവർക്കും നന്ദി രേഖപ്പെട്ടു.